നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കോൺഗ്രസ് വലിയ വാചകമടികളും ആകാശമുട്ടെ ഉയരുന്ന കോലാഹലങ്ങളും നടത്തുമ്പോൾ കേരളത്തിലെ അണിയറ കാഴ്ചകൾ കാണുന്ന ഏതൊരു സാധാരണക്കാരനും ചിരിവരും. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള അവിശുദ്ധമായ ഒത്തുതീർപ്പുകളാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുവെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. എന്നാൽ ഇതിന്റെ അണിയറയിൽ നടക്കുന്നത് തികച്ചും വിരോധാഭാസമായ കാര്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരിട്ട് ആരോപണം നേരിടുന്ന പ്രതിപട്ടികയിൽ വരേണ്ട പ്രധാനികളിൽ ഒരാളായ മുൻ CPM മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തന്റെ ഔദ്യോഗിക വസതിയിൽ അതീവ രഹസ്യമായി ആതിഥേയത്വം വഹിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് BJP ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഉയർത്തുന്ന ചോദ്യം വളരെ ലളിതമാണ്. പകൽ സമയങ്ങളിൽ ചാനൽ സ്റ്റുഡിയോകളിൽ വന്നിരുന്ന് പരസ്പരം രാഷ്ട്രീയമായി കടിച്ചു കീറുന്നവർ ക്യാമറകൾക്ക് പിന്നിൽ എന്തിനാണ് ഇത്തരം രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്? ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന ഈ അന്തർധാരാ ബന്ധങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസ് ഉയർത്താൻ ശ്രമിക്കുന്ന ഈ തൂഫാൻ വെറുമൊരു ശ്രീലങ്കൻ കാറ്റ് പോലെ നിസ്സാരമാണെന്ന് തെളിയിക്കാൻ ഈ ഒത്തുതീർപ്പ് കൂടിക്കാഴ്ച മാത്രം പരിശോധിച്ചാൽ മതിയാകും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ടർമാരെയും ഭക്തജനങ്ങളെയും ഒരേ സമയം വിഡ്ഢികളാക്കുന്ന കാര്യത്തിൽ LDFും UDFും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് വീണ്ടും തെളിയുകയാണ്. ഇതിലും ഗൗരവമുള്ള മറ്റൊരു വസ്തുത, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന ഇടനിലക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പലതവണ കണ്ടു എന്ന വാർത്തകളാണ്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ അവിശുദ്ധ സഖ്യത്തിന്റെ വേരുകൾ കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് വരെ നീളുന്നു എന്നാണ്. താഴെത്തട്ട് മുതൽ AICC നേതൃത്വം വരെ ഒത്തുതീർപ്പ് തിരക്കഥയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ശബരിമലയെ കൊള്ളയടിക്കുന്നതിലും അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്നതിലും UDFും LDFും തമ്മിലൊരു വ്യത്യാസവുമില്ല എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് ഭരണപരമായ തെളിവാണ് വേണ്ടത്? സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അധികാരം മാറി മാറി പങ്കിടാനും വേണ്ടി ഭക്തരുടെ വികാരങ്ങളെ ഇവർ വെറും ചീട്ടുകൊട്ടാരം പോലെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് ജനങ്ങളോടോ ജനാധിപത്യ സംവിധാനങ്ങളോടോ യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല. പകരം അധികാരത്തോടുള്ള അമിതമായ ഭ്രമം മാത്രമാണുള്ളത്. ഈ രാഷ്ട്രീയ നാടകം കണ്ടു നിൽക്കുന്ന സാധാരണക്കാരായ വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം. ഓരോ തവണയും ശബരിമല വിഷയം ഉയരുമ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾ നടത്തുന്ന ഈ ഒത്തുകളിക്ക് വലിയ വില നൽകേണ്ടി വരും. നിങ്ങളാണോ നാടിനെ ഭരിക്കുന്നത്, അതോ വ്യവസ്ഥിതിയെ കൊള്ളയടിക്കുന്ന ഒരു മാഫിയയോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കേസ് അതീവ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നത് എന്ന കാര്യം നാം ഓർക്കണം. CBI അന്വേഷണം എന്ന ശക്തമായ നിലപാടിൽ നിന്ന് മുൻപ് UDF സർക്കാർ പെട്ടെന്ന് പിന്നോട്ടു പോയതും തൊട്ടു പിന്നാലെ നടന്ന ഈ സന്ദർശനവും തമ്മിൽ യാദൃശ്ചികമായ ബന്ധം മാത്രമാണെന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കരല്ല കേരളത്തിലെ ജനങ്ങൾ. അന്വേഷണത്തെ സ്വാധീനിക്കാനോ കേസിന്റെ ഗതി മാറ്റാനോ അല്ലെങ്കിൽ പരസ്പരമുള്ള അഴിമതികൾ ഒതുക്കി തീർക്കാനോ ഉള്ള ഒരു വ്യക്തമായ ഡീലാണോ അവിടെ നടന്നതെന്ന് ചോദിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം വ്യക്തമാക്കാൻ രമേശ് ചെന്നിത്തലയും കടകംപള്ളിയും കേരളത്തോട് ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ ധാരണകൾക്ക് വേണ്ടി അന്വേഷണങ്ങളെ അട്ടിമറിക്കുന്ന ഈ രീതി ജനാധിപത്യത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. സത്യം പുറത്തു വന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ചെന്നിത്തലയുടെ വീട്ടിൽ കടകംപള്ളി ഒരു അതിഥിയായി പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തരം കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായി ചോദ്യം ചെയ്യുന്നു. ഇടതും വലതും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. ശബരിമലയിലെ വിശ്വാസവഞ്ചനയിലും പുണ്യസ്ഥലങ്ങളുടെ കൊള്ളയിലും ഇവർ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഇത്തരം രഹസ്യ സഖ്യങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തൊക്കെ ഒളിപ്പിച്ച് കളിക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം പുറത്തു വരുന്നതുവരെ BJP വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കും. ശബരിമലയ്ക്കും അയ്യപ്പ ഭക്തർക്കുമെതിരായ ഇത്തരം അനീതി തുടരാൻ BJP ഇനി അനുവദിക്കില്ല. വിശ്വാസവഞ്ചനയും പുണ്യസ്ഥലങ്ങളുടെ കൊള്ളയും കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അന്വേഷണം പൂർണ്ണമായും സുതാര്യവും സ്വതന്ത്രവുമായി നടക്കണം. ഒരു രാഷ്ട്രീയ ഇടപെടലുകളും ഇതിൽ ഉണ്ടാകാൻ പാടില്ല. സർക്കാർ ഇതിനൊരു ഉറപ്പ് നൽകാൻ ബാധ്യസ്ഥരാണ്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന ഏതൊരു ശക്തിയെയും BJP പ്രതിരോധിക്കും. ശബരിമലയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഈ അവിശുദ്ധ സഖ്യത്തിന്റെ തനിനിറം വെളിച്ചത്ത് കൊണ്ടുവരാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് കേരളം കൃത്യമായ മറുപടി നൽകും. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ ചവിട്ടി മെതിക്കുന്നവർ ഓർക്കുക, ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. അന്വേഷണത്തിൽ ഇടപെടലോ ഒത്തുതീർപ്പോ ഉണ്ടായാൽ അതിനെ ശക്തമായി തന്നെ നമ്മൾ എതിർക്കും. ഇനിയെങ്കിലും ഇത്തരം തരം താണ രാഷ്ട്രീയ നാടകങ്ങൾ നിർത്തി സത്യം ജനങ്ങളോട് തുറന്നു പറയാൻ ഇവർ തയ്യാറാകണം. കള്ളങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്.
സത്യം വൈകിയാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. ഈ കൂടിക്കാഴ്ചകളുടെയും രഹസ്യധാരണകളുടെയും പിന്നിലെ സത്യാവസ്ഥ പുറത്തു വന്നേ തീരൂ. രമേശ് ചെന്നിത്തലയും കടകംപള്ളി സുരേന്ദ്രനും കേരള ജനതയോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. വിശ്വാസവഞ്ചനയുടെ കറുത്ത അധ്യായങ്ങൾ എഴുതുന്നവർക്ക് കാലം മറുപടി നൽകുക തന്നെ ചെയ്യും. എത്ര വലിയ കള്ളക്കൊട്ടാരം പണിതാലും സത്യത്തിന്റെ ഒരു ചെറിയ വിള്ളലിൽ അത് തകർന്നു വീഴുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. ജനങ്ങൾ ഈ കള്ളക്കളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശബരിമലയെ കൊള്ളയടിച്ചവർക്ക് ഇനി അധികകാലം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. സത്യത്തിന്റെ വെളിച്ചം പതിയെ പതിയെ സത്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അന്വേഷണം അട്ടിമറിക്കാനുള്ള എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും BJP അത് തടയും. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയതിന്റെ ശിക്ഷ വോട്ടർമാർ തന്നെ ഇവർക്ക് നൽകും. ഇനിയും ജനങ്ങളെ പറ്റിക്കാമെന്ന് കരുതേണ്ട. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരശീല വീഴുന്ന സമയം വിദൂരമല്ല. കേരളത്തിന്റെ പുണ്യഭൂമിയിൽ ഇനി ഇത്തരം അവിശുദ്ധ കള്ളക്കളിക്ക് സ്ഥാനമുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ BJP ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയത്തിന്റെ മറവിൽ അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർ വിചാരണ ചെയ്യപ്പെടേണ്ട ദിവസം വന്നെത്തിക്കഴിഞ്ഞു. കേരളത്തിലെ ഓരോ വിശ്വാസിയുടെയും കണ്ണീരിനും വിയർപ്പിനും ഉത്തരം നൽകേണ്ടി വരും. ആ ദിവസം വിദൂരമല്ല. ഈ അവിശുദ്ധ സഖ്യത്തെ ചവറ്റുകുട്ടയിലെറിയാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇനിയെങ്കിലും അഹങ്കാരം അഴിമതിയും മാറ്റിവെച്ച് ജനങ്ങളുടെ മുന്നിൽ സത്യം തുറന്നു പറയാൻ ഈ ലീഡേഴ്സ് തയ്യാറാകണം. അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അവരൊരു പാഠം പഠിപ്പിക്കും. അഴിമതിയും വിശ്വാസവഞ്ചനയും ഒളിപ്പിച്ചു വെക്കാൻ ഇനി കഴിയില്ല. അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് ഇനി രക്ഷയുമില്ല. LDFും UDFും പരസ്പരം ഒത്തുതീർപ്പുകളിലൂടെ ഭരണം പങ്കിട്ടെടുക്കുന്ന ഈ സഹകരണക്കളി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സത്യം എപ്പോഴും മൂടിവെക്കാൻ കഴിയില്ല എന്ന പ്രകൃതി നിയമം ഈ രാഷ്ട്രീയ അവിശുദ്ധ സഖ്യങ്ങൾക്കും ബാധകമാണ്. അഴിമതിയും വിശ്വാസവഞ്ചനയും മുഖമുദ്രയാക്കിയ ഇരു മുന്നണികൾക്കും ബദലായി വിശ്വാസി സമൂഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന BJPയുടെ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിവെക്കുന്നു. ഇത്തരം രഹസ്യ കൂടിക്കാഴ്ചകളുടെയും അട്ടിമറികളുടെയും പിന്നിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് സുതാര്യമായൊരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണ്. അധികാരഭ്രമം തലക്കി പിടിച്ച നേതാക്കൾ ജനങ്ങളെയും ദൈവത്തെയും ഒരുപോലെ വഞ്ചിക്കുമ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ തങ്ങളുടെ വിരൽത്തുമ്പിലൂടെ നൽകുന്ന വിധി തീർപ്പ് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള അന്ത്യശാസനമായിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.